തിരുവനന്തപുരം ജില്ലയിൽ ശ്രീവരാഹം കോർപ്പറേഷൻ വാർഡ് ഉൾപ്പെടെ 4 ഇടങ്ങളിൽ നാളെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ശ്രീവരാഹത്ത് വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ച് ഇടതുമുന്നണി വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി വി ഹരികുമാർ പറഞ്ഞു. കരകുളം, പൂവച്ചൽ, പാങ്ങോട് പഞ്ചായത്തിലെ വാർഡുകളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നമ്മുടെ സുഖദുഃഖങ്ങളിൽ നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ സഹോദരൻ, നമ്മുടെ പ്രിയപ്പെട്ടവൻ സഖാവ് വി ഹരികുമാറിനെ നമുക്ക് വിജയിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, മറക്കരുതേ, മായരുതേ, ബാലറ്റ് യന്ത്രത്തിലെ 5ാമത്തെ ബട്ടൺ അമർത്തൂ. സഖാവ് വി ഹരികുമാറിനെ വിജയിപ്പിക്കൂ. തലസ്ഥാന നഗരസഭയിലെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ് ശ്രീവരാഹം വാർഡ്. CPI കൗൺസിലർ S വിജയകുമാർ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഇവിടെ CPIയുടെ ജനകീയ മുഖമായ വി ഹരികുമാറാണ് LDF സ്ഥാനാർത്ഥി. ഇടതിന്റെ വിജയം ഉറപ്പാക്കി ആവേശത്തിരതീർത്തായിരുന്നു ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം. വാർഡ് പുനർനിർണയത്തിൽ ശ്രീവരാഹം എന്ന പേര് മാറ്റി പഴയ പേര് പുനഃസ്ഥാപിക്കണം എന്നതാണ് ഇടതുമുന്നണിയുടെ ആവശ്യം. ഇതിനെതിരെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് കൂടിയാണ് ഹരികുമാർ. എന്നാൽ ഇത് മറച്ചുവെച്ച് BJPയും കോൺഗ്രസും വാർഡിൽ വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് വി ഹരികുമാർ പറഞ്ഞു. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വേറെ എല്ലാം നുണപ്രചരണങ്ങളാണ്. ഈ വാർഡ് ഇല്ല 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 എന്ന് നാഴേക്ക് 40 തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണം. അല്ലാതെ ഇതിനു വേണ്ടി ഒരു പേപ്പറിൻ്റെ ഒരു തുണ്ട് പോലും അവിടെ കൊടുക്കാൻ കഴിയാത്ത ഈ 2 മുന്നണികളും ഈ ശ്രീവരാഹം ജനത ഇതിനുള്ള മറുപടി 24-ാം തീയതി കൊടുത്തിരിക്കുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കൊട്ടിക്കലാശത്തിന് 100 കണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ചെങ്കൊടികളേന്തി LDF പ്രവർത്തകർ കളം നിറഞ്ഞു. ചെണ്ടവാദ്യമേളങ്ങൾ കൊട്ടിക്കലാശത്തിന് ആവേശം വിതറി. കടകംപള്ളി സുരേന്ദ്രൻ MLA, മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ PK രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടാതെ കരകുളം പഞ്ചായത്തിലെ കൊച്ചുപള്ളി, പൂവച്ചൽ പഞ്ചായത്തിലെ പുളിങ്കോട്, പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡുകളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.